ഹലോ, നിങ്ങളുടെ അറിവിൽ വലിയ തുകകൾ ലോട്ടറി അടിച്ചിട്ട് പിന്നീട് സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട ആളുകളുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പത്രത്തിലൊക്കെ ഇങ്ങനെ ന്യൂസുകൾ കാണും, ഇത്ര കോടി രൂപ ലോട്ടറി അടിച്ച ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റിയൊക്കെ കാണും. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് വിജയിച്ചോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല. എനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ, ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ, ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അയാൾക്ക് ലോട്ടറി അടിച്ചു, വലിയ തുക, കോടികൾ ലോട്ടറി അടിച്ചു. വർഷങ്ങൾ എന്നിട്ട് ആ പണം കൊണ്ട് അയാൾ വേറെ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ബിസിനസ്സുകളെല്ലാം തകർന്നു, അയാൾ പാപ്പരായി. അത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ലോട്ടറിയെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ലോട്ടറി ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്, അതൊക്കെ എനിക്കറിയാം. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല. പക്ഷേ ലോട്ടറി അടിച്ച് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ പ്ലീസ്. പണം കയ്യിൽ വരുമ്പോൾ ആൾക്കാർക്കത് കൈകാര്യം ചെയ്യാൻ, പലർക്കും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാതെ വരുമ്പോഴാണ് ഈ ഫ്ലോപ്പായി പോകുന്നത്. പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് അത് മാനേജ് ചെയ്യുന്നത്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത്. എത്ര ചെറിയ വരുമാനമാണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിലും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഏത് വ്യക്തിക്കും സാമ്പത്തികമായിട്ട് ഉയരാം. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന, അതായത് ഞാൻ കോതമംഗലത്ത് വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു വ്യക്തി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പരിചയക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഈ കല്ലുപണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ കല്ലുപണിയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വരുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു നല്ല വീട് വെച്ചു, ഒരു ചെറിയ വീടായിരുന്നു. അവിടെ നിന്നൊരു നല്ല മനോഹരമായ വീട് വെച്ചു. ഈ 2 ആൺമക്കളും വലിയ 2 നില വീടുകളും കാറും ഒക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് അവർ ജീവിക്കുന്നു. ഇപ്പോഴും അവർ ടൈലിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ചെറിയ പ്രായം മുതൽ പണം കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ ഈ അപ്പനും മക്കൾക്കും താല്പര്യമായിരുന്നു. അപ്പോൾ ആ അപ്പൻ്റെ ആ ശീലം മക്കളും തുടർന്നു. ഇപ്പോഴും ഒരു പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ പണം കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ എത്ര ചെറിയ വരുമാനമാണെങ്കിലും സാമ്പത്തികമായിട്ട് ഉയരാമെന്നതിനൊരു വലിയ തെളിവാണ് ആ കൽപ്പണിക്കാരന്. പോലെ എനിക്കറിയാവുന്ന വേറൊരു കുടുംബം കിട്ടുന്ന വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, കിട്ടുന്ന വരുമാനം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അവരുടെ ബന്ധത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഏതെങ്കിലും ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും വില കൂടിയ ഡ്രസ്സുകൾ തന്നെ എടുക്കും. കാറ് പിടിച്ച വിവാഹ സ്ഥലത്ത് അല്ലെങ്കിൽ ചടങ്ങ് സ്ഥലത്ത് അവർ പോവാറുള്ളൂ. പോകുന്ന വഴി ഏറ്റവും മുന്തിയ ഹോട്ടലിനെ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇവർക്കിന്നും സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീടുകൾ ഇങ്ങനെ മാറി മാറി പോവുകയാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കടം വാങ്ങി കാര്യങ്ങൾ നടത്തും. ഇങ്ങനെയുള്ള പല കുടുംബങ്ങളെയും നിങ്ങളുടെ ചുറ്റും കാണുന്നില്ലേ? ഞാൻ കാണാറുണ്ട്. ഇത്തരക്കാർക്ക് 1 കോടി രൂപ ലോട്ടറി കിട്ടിയാൽ എത്ര കോടികൾ കിട്ടിയാലും അവരത് പെട്ടെന്ന് തന്നെ അടിച്ചു തീർക്കും. കൃത്യമായിട്ടൊരു സാമ്പത്തിക ആസൂത്രണമില്ല, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല, അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കമില്ല എന്നുള്ളതാണ് ഇതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു ജോലിയും നല്ലൊരു വരുമാനവും ഉണ്ടായിരിക്കും. ആ വരുമാനം കൊണ്ട് നിങ്ങൾ ദൈനംദിന ചെലവുകളെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് ജീവിതം മുന്നോട്ട് പോകും. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ആശുപത്രി കേസ് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നുപെട്ടാൽ അത് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളെ ഉലച്ചു കളയും. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അച്ചടക്കമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ അവർക്ക് അതിനെ നേരിടാനും മാനേജ് ചെയ്യാനും സാധിക്കും. ശരിയല്ലേ? ചിലർക്ക് വലിയ വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷേ കടബാധ്യത ഒഴിഞ്ഞിട്ട് നേരമില്ല. അപ്പം നമ്മുടെ വരുമാനം എങ്ങനെ ചെലവഴിക്കണം, ആ ഒരു ആസൂത്രണത്തിൻ്റെ ഒരു അഭാവമാണത് കാണിക്കുന്നത്. വരുമാനത്തിൽ കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ബാധ്യത, അതായത് നമ്മളെക്കാൾ ചെറിയ വരുമാനമുള്ളവർ പോലും വലിയ കടബാധ്യതകളൊന്നുമില്ലാതെ സുരക്ഷിതത്വമുള്ള ജീവിതം നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ, ആ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഫലമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വരുമാനവും അവരുടെ ചെലവുകളും
ഇതും തമ്മിൽ എപ്പോഴും ഒരു മിസ്മാച്ചിങ് ആണ്, ഒരു അസന്തുലിതാവസ്ഥയാണ്. അവർക്കതൊരു വലിയ വെല്ലുവിളിയാണ്. വരുമാനവും ആ ചെലവുകളും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടി പോകുന്നത്. കുട്ടികളുടെ പഠന ചെലവുകളുണ്ടാവും, വീട്, വിവാഹം, വാഹനം വാങ്ങിക്കുന്നത്, വായ്പകൾ ഒത്തിരി എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ തിരിച്ചടവുകൾ വരും, അതിനിടയ്ക്ക് അസുഖങ്ങൾ വരും, അതിൻ്റെ ചികിത്സാ ചെലവുകളുണ്ട്. പിന്നെ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം, ഇതെല്ലാം ഒരേ വരുമാനത്തിൽ നിന്ന് തന്നെയാണ് നടത്തേണ്ടത്. സമ്പന്നരെ പോലെ അല്ല ഇടത്തരക്കാർ. അവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് ചിലപ്പോൾ തിരുത്താൻ ജീവിതത്തിൽ ഒരിക്കലും അവസരം കിട്ടിയെന്ന് വരില്ല. ഒരു അപ്രതീക്ഷിത രോഗം, അല്ലെങ്കിൽ ജോലിയൊന്ന് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തെറ്റായിട്ടൊരു നിക്ഷേപം നടത്തി, ഇതിലേതെങ്കിലും ഒന്ന് മതി ഒരു ഇടത്തരക്കാരൻ്റെ വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യം ഒറ്റയടിക്ക് തകർക്കാൻ. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ ജീവിച്ചിട്ട് പൊട്ടിപ്പാപ്പരായ ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പെട്ടെന്ന് തന്നെ ഇടത്തരക്കാർ ഉയർന്നു വരുന്നതിനേക്കാൾ അവർ പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് വരും. അപ്പോൾ അത് തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവർക്ക് തിരുത്താൻ പെട്ടെന്ന് സാധിക്കും. ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വരുമാനം എത്ര ചെറുതായാലും സാമ്പത്തിക അച്ചടക്കം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാം. വരവിനൊത്ത് ചെലവ് ചെയ്യണം, ഉള്ളതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയണം. ഇതാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ നടത്തിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ കൈകാര്യം ചെയ്യൽ, അതിനെയാണ് നമ്മൾ പറയുന്നത്. നിക്ഷേപങ്ങൾ, ചിലവുകൾ, സമ്പാദ്യങ്ങൾ എന്നിങ്ങനെ പല ഘടകങ്ങളായിട്ട് തിരിച്ച് നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പ്രതിമാസ ബില്ലുകളുടെ തിരിച്ചടവ് മുതൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയുള്ള ആസൂത്രണം വരെ ചെയ്യുന്നത് ഈ പറഞ്ഞ സാമ്പത്തിക അച്ചടക്കത്തിൽ ഉൾപ്പെടും. നിങ്ങൾ ഇതുവരെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അത് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാനിങ്ങിന് വേണ്ടി തീരുമാനിക്കുന്നവർ അത് പടിപടിയായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. അതാണ് ആദ്യത്തെ പടി. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളെന്നുള്ളത് നമ്മളൊന്ന് നിശ്ചയിച്ചു വയ്ക്കുക. അത് ആദ്യത്തെ സ്റ്റെപ്പ്. ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തത് നമ്മുടെ ദൈനംദിന ചെലവുകൾ, ദിവസം തോറുമുള്ള ചെലവുകൾ, വീട്ടു ചെലവുകൾ, നമ്മുടെ യാത്രകൾ, നമുക്ക് മാസം തോറും ഇലക്ട്രിസിറ്റി, വെള്ളം, ഫോൺ റീചാർജ്, അങ്ങനെ മാസ ബില്ലുകൾ തുടങ്ങി നമ്മുടെ മാസ ചെലവുകൾ, അത് ഒരു സെക്ഷൻ. രണ്ടാമത്തത് നമ്മുടെ ഷോർട്ട് ടേം നീഡ്സാണ്, അതായത് വാർഷിക ചെലവുകൾ, ഒരു വർഷത്തെ ചെലവുകൾ. അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ വസ്ത്രം, ഹോസ്പിറ്റൽ ചെലവുകൾ, നമ്മൾ എന്തെങ്കിലും യാത്രകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്, നമ്മുടെ വിവാഹം, എമർജൻസി ഫണ്ട്, ഇതെല്ലാം ഈ ഷോർട്ട് ടേം നീഡ്സിൽ വരും. ഹ്രസ്വകാല ആവശ്യങ്ങൾ, വാർഷിക ചെലവുകളെല്ലാം അതിനകത്ത് വരും. മൂന്നാമത്തതാണ് നമ്മുടെ ലോങ് ടേം നീഡ്സ്, ദീർഘകാല ആവശ്യങ്ങൾ. അതിനകത്ത് വരുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, നമ്മുടെ വീട് വയ്ക്കൽ, വാർദ്ധക്യകാല പെൻഷൻ. പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ. ഇതെല്ലാം നമ്മുടെ ദീർഘകാല ആവശ്യങ്ങളിൽ വരും. അങ്ങനെ പല സെക്ഷനായിട്ട് ആ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഈ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കണം. ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഓരോ ലക്ഷ്യങ്ങളും അത് കൈവരിക്കാൻ അത് പൂർത്തിയാക്കാൻ നമ്മൾ എടുക്കേണ്ട വർഷവും അതിനെത്ര ചെലവ് വരും എന്നുള്ളതെല്ലാം എഴുതി ഒരു പോസ്റ്റർ പോലെ ആക്കുക. എന്നിട്ടത് കുടുംബാംഗങ്ങളെല്ലാം കാണുന്നിടത്ത് ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ എന്തിനാണ് എഴുതി വയ്ക്കുന്നത്, ഇതൊക്കെ എൻ്റെ മനസ്സിലില്ലേ, ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്, അപ്പോൾ പിന്നെ ഞാൻ മറന്നു പോകുമോ? അങ്ങനെയുള്ള ചിന്തകളൊന്നും എപ്പോഴും ശരിയാവണമെന്ന് ഇരിക്കുകയില്ല. നമ്മളൊരു പോസ്റ്ററിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും അതിനകത്ത് സഹകരിക്കും. അവരും കൂടെ ശ്രമിച്ചാലാണല്ലോ നമുക്കിതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാസ ബജറ്റ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഈ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കൽ എന്നുള്ളത് മാത്രമല്ല, അല്പം അച്ചടക്കത്തോടെ പണം ചെലവഴിക്കുക. അത് സ്ത്രീകളും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കേണ്ടതാണ്. പണം, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം പണം ചെലവഴിക്കുന്നത് എന്നൊന്നും മാറ്റിപ്പിടിക്കുക. മിനിമലിസം കേട്ടിട്ടില്ലേ? നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു ഹോബിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ അതിനൊരു വലിയ ഘടകമാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ മീഷോയിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നു. അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ
എന്നൊന്നും നമ്മൾ ആലോചിക്കാതെ, അത് നമ്മുടെ ഒത്തിരി സമയവും അത് അപഹരിക്കുന്നുണ്ട്, നമ്മുടെ ഒത്തിരി പണവും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു കാര്യം, നമ്മുടെ കളക്ടർ വാസുകി അവർ പറയുന്നുണ്ട്, അവരെപ്പോഴും 7-8 വർഷം പഴക്കമുള്ള സാരികളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് സാരികൾ കിട്ടുന്ന ഒരു കട എവിടെയോ ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അവിടെ നിന്നാണ് അവർ സാരികൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മിനിമലിസം എന്ന കൺസെപ്റ്റ് അത് സ്ത്രീകളും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനത്തിൻ്റെ 50% നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്ക്, 30% നിങ്ങളുടെ ഷോർട്ട് ടേം ആവശ്യങ്ങൾ, അതിന് ചിട്ടി, മ്യൂച്വൽ ഫണ്ട് അതുപോലെയുള്ള കാര്യങ്ങളിൽ, 20% നിങ്ങളുടെ ലോങ് ടേം ആവശ്യങ്ങൾക്ക്. ഇനി സമ്പാദിക്കുന്ന തുക വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് മുൻപേ പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത്യാവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. മാസം എത്ര രൂപ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ അതിൻ്റെ 6 ഇരട്ടി നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ ഉണ്ടായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കടം നിയന്ത്രിക്കണം. നമ്മൾ ചോദിക്കും, കാര്യങ്ങൾ ചെയ്യാൻ കടമെടുക്കുന്നത് നല്ലതല്ലേന്ന്. പക്ഷെ കടക്കെണിയെന്ന് കേട്ടിട്ടില്ലേ? നിയന്ത്രണമില്ലാത്ത കടം അപകടകരമാണ്. കടക്കെണിയിൽ അകപ്പെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പത്രത്തിൽ ദിവസവും കാണുന്ന ഒരു ന്യൂസാണ്, സൊസൈറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ നിന്നൊക്കെ പണം കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തി വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആ രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ഇതുപോലെ കടം വാങ്ങലാണ് പ്രധാനപ്പെട്ട ജോലി. പണിയെടുക്കില്ല, വരുമാനം ഉണ്ടാക്കില്ല. കൂടുതൽ പണം വേണമെങ്കിൽ കൂടുതൽ പണിയെടുക്കാനുള്ള ഒരു പണിയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ കൂടുതൽ പണി ചെയ്ത് കടം വീട്ടാനോ ഒന്നും ശ്രമിക്കില്ല. സൊസൈറ്റികളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പണം കടമെടുക്കും, ആളുകളിൽ നിന്നും കടം വാങ്ങിക്കും. ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേ അടുത്തുനിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞും നിന്ന് കളിച്ചിട്ട് എന്നും ടെൻഷനാണ്, എന്നും അസുഖങ്ങളാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ പേഴ്സണൽ ലോൺ പോലെ കൂടിയ പലിശയുള്ള വായ്പകൾ ആദ്യം തന്നെ അടച്ചു തീർക്കണം. കടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. കടക്കെണിയിൽപ്പെട്ട് നിങ്ങൾ ആകെ ടെൻഷൻ കയറി ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് കടമെന്നുള്ളത് കടം നിയന്ത്രിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പറഞ്ഞു, വരുമാനത്തിൽ നിന്ന് കൃത്യമായിട്ടൊരു തുക നീക്കി വെക്കണം. അത് നീക്കി വെച്ചാൽ മാത്രം പോരാ, ഒരു നല്ല നിക്ഷേപ മാർഗവും കൂടെ വേണം. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്, സ്ഥിര നിക്ഷേപം, അതുപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പക്ഷേ എവിടെ നിക്ഷേപിച്ചാലും ഒരു പണപ്പെരുപ്പം എന്നൊരു സംഗതി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 6 മാസം കൂടുമ്പം നിങ്ങളുടെ സാമ്പത്തിക നില നിങ്ങളൊന്ന് അവലോകനം ചെയ്യണം. ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു, അങ്ങനെ ഒരു അവലോകനം ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാനം കൂടാം, ബോണസ് അതുപോലെയുള്ള ഇൻക്രിമെൻ്റ് അതുപോലെയുള്ള വരുമാനം കൂടുന്ന സമയത്ത് കൂടുതലായിട്ട് അതും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഇൻഷുറൻസ് സംരക്ഷണം ഉറപ്പാക്കുകയും വേണം കേട്ടോ. ഇന്ന് ആശുപത്രി ചെലവാണ് ഏറ്റവും വലിയ ചിലവ്. ഒരസുഖം വന്നു കഴിഞ്ഞാൽ, ചെറിയ അസുഖമാണെങ്കിലും നല്ലൊരു എമൗണ്ട് നമുക്ക് ഇറങ്ങും. ഇപ്പം മാരകങ്ങളായ അസുഖങ്ങളാണ് വരുന്നത്. ഒരുപാട് എമൗണ്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ആവശ്യം ഒന്നും വരാതിരിക്കട്ടെ, ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലവാക്കിയേ പറ്റുള്ളൂ. ആളുടെ ജീവൻ രക്ഷിച്ചേ മതിയാവും, ചികിത്സിച്ചേ മതിയാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇപ്പം നമുക്ക് ചെറിയ എമൗണ്ടുകൾ സേവ് ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് അടയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ നമുക്ക് വലിയ എമൗണ്ടായിരിക്കും ചിലപ്പം വേണ്ടി വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓടി നടക്കേണ്ടി വരും, ആൾക്കാരുടെ അടുത്ത് കടം ചോദിക്കേണ്ടി വരും. ആ സമയത്ത് കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ നമുക്കത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കണം. അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും ലൈഫ് ഇൻഷുറൻസും എടുക്കണം. പ്രത്യേകിച്ച് ബ്രെഡ് വിന്നറായ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സായ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ജീവിക്കാൻ, കുടുംബത്തിന് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഒരാളുടെ വരുമാനത്തിൻ്റെ 20 ഇരട്ടി ലൈഫ് ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് രസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്,
വണ്ടി എടുത്താൽ ഉടനെ ആളുകൾ ഇൻഷുറൻസ് എടുക്കും. അത് മാൻഡേറ്ററി ആയതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്, നിർബന്ധമാണ്, അതുകൊണ്ട് എടുക്കുന്നു. പക്ഷെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ? പലപ്പോഴും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ആദ്യം തിരക്കുന്നത് LIC ഉണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് തിരക്കും. പക്ഷെ അത് അടയ്ക്കാൻ നമ്മൾ ആളുകളെ സമീപിക്കുമ്പോൾ ആൾക്കാർക്ക് വിമുഖതയാണ്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് പണം സേവ് ചെയ്യുക. കിട്ടുന്നത് അടിച്ചു തീർക്കുക എന്നുള്ളതല്ലാതെ സേവ് ചെയ്യാൻ ആളുകൾക്ക് പൊതുവേ മടിയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത്, നമ്മുടെ വരുമാനം, ചിലവുകൾ, സമ്പാദ്യം ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് ആ ചിലവുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക, അനാവശ്യമായത് ഒഴിവാക്കുക. മൂന്നാമതായിട്ട്, വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുകയും റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കഴിവനുസരിച്ച് വിവിധ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കടം തിരിച്ചടയ്ക്കുന്നതിന് മുൻഗണന കൊടുക്കുക. നിങ്ങളുടെ ഭാവിയിലെ ലക്ഷ്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ കടം നിയന്ത്രിക്കുക. അതുപോലെ അത്യാഹിതങ്ങൾക്കും ചികിത്സാ ചെലവുകൾക്കും വേണ്ടി മെഡിക്കൽ, ലൈഫ് ഇൻഷുറൻസുകൾ എടുക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.